നമസ്കാരം. 9 മണി ഒറ്റനോട്ടം ആരംഭിക്കുന്നു. റഫാൽ ഇടപാടിലെ വ്യവസ്ഥകൾക്കെതിരായ 3 ഉദ്യോഗസ്ഥരുടെ വിയോജനക്കുറിപ്പ് പുറത്ത്. മോദി സർക്കാർ ഉണ്ടാക്കിയ കരാർ UPA സർക്കാരിനേക്കാൾ മെച്ചപ്പെട്ടതല്ലെന്നാണ് വിയോജനക്കുറിപ്പ്. UPA സർക്കാരിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് കരാറെന്നും വേഗത്തിൽ വിമാനങ്ങൾ ലഭിക്കുമെന്നുമുള്ള സർക്കാർ വാദം പൊളിയുന്നു. ഇതിന് വിരുദ്ധമായ കണ്ടെത്തലുകളാണ് 7 അംഗ വിലപേശൽ സംഘത്തിലെ 3 ഉന്നതോദ്യോഗസ്ഥരുടെ വിയോജനക്കുറിപ്പിൽ ഉള്ളത്. എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, വിശദാംശങ്ങൾ എന്തൊക്കെ? റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഹിന്ദു ദിനപത്രം കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. റഫാലിൽ കേന്ദ്ര സർക്കാർ ഇടപാടിനെ ന്യായീകരിച്ചുകൊണ്ട് ഇത്രയും നാൾ പറഞ്ഞിരുന്നത് UPA സർക്കാരിന്റെ കരാറിനേക്കാൾ മികച്ച കരാറാണ് മോഡി സർക്കാരിന്റേതെന്നായിരുന്നു. മാത്രമല്ല, വിമാനങ്ങൾ വേഗത്തിൽ ലഭിക്കുമെന്ന ഒരു വാദം കൂടി സർക്കാർ മുന്നോട്ട് വച്ചിരുന്നു. ഈ 2 വാദങ്ങളും പൊളിക്കുന്നതാണ് ഇപ്പോൾ ഹിന്ദു ദിനപത്രം പുറത്തുവിട്ടിരിക്കുന്ന രേഖകൾ. അതായത് ഇന്ത്യൻ വിലപേശൽ സംഘത്തിന്റെ ഭാഗമായിരുന്ന 3 ഉന്നതോദ്യോഗസ്ഥർ ഈ കരാറിലെ നിലവിലെ വ്യവസ്ഥകളോട് ശക്തമായി വിയോജിച്ചുകൊണ്ട് കുറിപ്പ് നൽകിയിരുന്നു എന്നാണ് ഹിന്ദു വ്യക്തമാക്കുന്നത്. 8 പേജുള്ള വിയോജനക്കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. കുറിപ്പ് പ്രകാരം വ്യക്തമാക്കുന്നത് നിലവിൽ ഉള്ള വ്യവസ്ഥകൾ ഇന്ത്യക്ക് അത്ര കണ്ട് അനുകൂലമല്ല. UPA സർക്കാരിനേക്കാൾ അനുകൂലമായ വ്യവസ്ഥകളൊന്നും കരാറിലില്ല. മാത്രമല്ല, സോവറിൻ ഗ്യാരണ്ടി ഒഴിവാക്കിക്കൊണ്ട് ലെറ്റർ ഓഫ് ഇന്ത്യൻ മാത്രം മതിയെന്ന വ്യവസ്ഥയും ഈ 3 ഉദ്യോഗസ്ഥർ എതിർക്കുന്നുണ്ട്. നേരത്തെയുള്ള നിരക്കിനേക്കാൾ 56%-ലധികം ബെഞ്ച് മാർക്ക് പ്രൈസ് കൂടുമെന്നാണ് ഇപ്പോഴത്തെ കരാറിലൂടെ വരുന്ന മാറ്റം. വിമാനങ്ങൾ വേഗത്തിൽ ലഭിക്കുന്നതിനുള്ള വ്യവസ്ഥകളും കരാറിൽ ഇല്ല എന്നും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഏതായാലും 7 അംഗ വിലപേശൽ സംഘത്തിലെ 3 ഉദ്യോഗസ്ഥർ വിയോജിച്ച സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമായി തന്നെ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് ഇന്ന് റഫാൽ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് CAG പാർലമെന്റിൽ വയ്ക്കാനിരിക്കെ. എം ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. റഫാൽ ഇടപാടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒളിക്കാൻ ഇടമില്ലാതായെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇടപാടിന് നിരക്ക് കുറവ്, വേഗത്തിൽ വിമാനങ്ങൾ കിട്ടും എന്നീ വാദങ്ങൾ പൊളിഞ്ഞുവെന്നും യെച്ചൂരി വ്യക്തമാക്കി. ഡൽഹിയിൽ വീണ്ടും തീപിടുത്തം. ഡൽഹിയിലെ പച്ചിംപുരിയിലാണ് തീപിടുത്തമുണ്ടായത്. 200 കുടിലുകൾ കത്തിനശിച്ചു. ഒരു സ്ത്രീക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഒരു സ്ത്രീയുടെ പരിക്ക് മാത്രമായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്താണ്? വലിയ നാശനഷ്ടമാണോ ഉണ്ടായത്? രേണുക, ഡൽഹിയിലെ പശ്ചിമ വിഹാറിൽപ്പെടുന്ന ഒരു പ്രദേശമാണ് പശ്ചിമപുരി എന്നത്. ഇത് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. ചേരി പ്രദേശം എന്ന തരത്തിലുള്ള ഒരു മേഖലയാണ് ഇത്. അതുകൊണ്ട് തന്നെ ചെറിയ കുടിലുകളാണ് ഉണ്ടായിരുന്നത്. ഈ തീപിടുത്തത്തിൽ 250ഓളം കുടിലുകൾ ഇപ്പോൾ കത്തിനശിച്ചിട്ടുണ്ട്. രാത്രി 1:15 കൂടിയാണ് തീപിടുത്തം ഉണ്ടായത്. കുടിലുകൾ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തീ ആളിപ്പടരുകയുമായിരുന്നു. ഫയർഫോഴ്സ് ഉൾപ്പെടെ 28 യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചതെങ്കിലും 250ഓളം വീടുകൾ പൂർണ്ണമായും കത്തിനശിച്ച സാഹചര്യമാണ് ഉള്ളത്. ഇവർ സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്നവർ ആയതുകൊണ്ട് തന്നെ നാശനഷ്ടം വലുതല്ല എങ്കിലും ഈ നഷ്ടം ഉണ്ടായ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. വളരെ ദാരിദ്ര്യം നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ ഉള്ളവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഒരു സ്ത്രീക്കാണ് ഒരല്പം കൂടുതലായി പരിക്കേറ്റിട്ടുള്ളത്. ചേരിപ്രദേശമായതുകൊണ്ട് തന്നെ ആളുകളെ വളരെ പെട്ടെന്ന് തീ പിടിച്ച ഉടൻ തന്നെ ആളുകൾ പരസ്പരം അറിയിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. എങ്കിലും ആളപായം ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പൊള്ളലേറ്റ ഒരു സ്ത്രീ ഇപ്പോൾ അടുത്തുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവരുടെ നില ഒരല്പം ഗുരുതരമാണ് എന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നായ കരോൾ ബാഗിലെ അർപ്പിത് പാലസ് എന്ന ഹോട്ടലിൽ തീപിടുത്തം ഉണ്ടാവുകയും 17 പേർ മരിക്കുകയും ചെയ്തിരുന്നു. മലയാളികൾ ഉൾപ്പെടെ 3 പേർ മരിക്കുകയും ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെ 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പാണ് മറ്റൊരു പ്രദേശത്ത് ഇപ്പോൾ ഡൽഹിയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി തീപിടുത്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ചു. എയർ ഇന്ത്യ വിമാനത്തിലാണ് നളിനിയമ്മ, വിദ്യാസാഗർ, ജയശ്രീ എന്നിവരുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിലെത്തിച്ചത്. വിനീത VG ചേരുന്നു. വിനീത, മൃതദേഹങ്ങൾ എവിടേക്കാണ് ആദ്യം കൊണ്ടുപോവുക? വിവരങ്ങൾ എന്തൊക്കെയാണ്? ഡൽഹിയിലെ അപകടത്തിൽ മരിച്ച 3 പേരുടെയും മൃതശരീരങ്ങൾ ഇവിടെ കൊച്ചിയിലെ വിമാനത്താവളത്തിലെത്തിച്ചു. ബന്ധുക്കളെത്തുകയും മൃതശരീരം ഇവിടുന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തു. 3 പേരുടെയും മൃതശരീരം ഇപ്പോൾ അവരുടെ തറവാട് വീടായ ചേരനല്ലൂരിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. അവിടെ നളിനിയമ്മയുടെയും മക്കളായ ജയശ്രീ, വിദ്യാസാഗർ എന്നിങ്ങനെ 3 പേരുടെ മൃതശരീരങ്ങളാണ് എത്തിച്ചത്. നളിനിയമ്മയുടെയും വിദ്യാസാഗറിന്റെയും മൃതദേഹങ്ങൾ അവിടെ സംസ്കരിക്കുകയും ശേഷം ജയശ്രീയുടെ മൃതശരീരം അവിടെ നിന്ന് അവരുടെ ഭർത്താവിന്റെ വീടായ ചോറ്റാനിക്കരയിലേക്ക്
കൊണ്ടുപോവുകയും ചെയ്യും. ചില ബന്ധുക്കൾ കൂടി ഡൽഹിയിൽ നിന്ന് എത്താനുണ്ട്. അതുകൊണ്ട് 11 മണിക്ക് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത്. ജയശ്രീയുടെ സംസ്കാര ചടങ്ങ് 3 മണിയോടുകൂടിയായിരിക്കും നടക്കുക എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ രാവിലത്തെ ഫ്ലൈറ്റിൽ ഏതാനും കുറച്ച് ബന്ധുക്കൾ മാത്രമാണ് ഡൽഹിയിൽ നിന്ന് എത്തിയിട്ടുള്ളത്. അപകടത്തിൽ ഉൾപ്പെടെയുള്ള ചിലർ ഇനി 11 മണിയുടെ ഫ്ലൈറ്റിലായിരിക്കും എത്തുക. ഇതിനുശേഷം മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 13 പേരാണ് ഡൽഹിയിലെ അപകടത്തിൽപ്പെട്ടത്. അതിൽ 3 പേർ മരണപ്പെടുകയുണ്ടായി. അവരുടെ മൃതശരീരങ്ങളാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. മറ്റ് 10 പേരിൽ ചിലർ ഇനി 11 മണിയുടെ ഫ്ലൈറ്റിലായിരിക്കും വിവരങ്ങൾ നൽകിയത്. ഡൽഹി അർപ്പിത് പാലസ് ഹോട്ടലിലെ തീപിടുത്തം സംബന്ധിച്ച് ന്യൂഡൽഹി മുനിസിപ്പൽ കൌൺസിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഇറ സിംഗാളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് അന്വേഷണം ആരംഭിക്കും. ഡൽഹി പോലീസും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അർപ്പിത് പാലസ് ഹോട്ടൽ പ്രവർത്തിക്കുന്നതിന് NOC ലഭിച്ചിരുന്നതായാണ് അധികൃതർ പറയുന്നത്. എന്നാൽ 48 മുറികളും ഡോർമെട്രി സംവിധാനവുമുള്ള ഹോട്ടലിൽ അഗ്നിശമന സംവിധാനങ്ങളോ അപകടമുണ്ടായാൽ രക്ഷപ്പെടുന്നതിനുള്ള ഫയർ എക്സിറ്റ് കവാടങ്ങളോ ഉണ്ടായിരുന്നില്ല. ഇടുങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കിയിരുന്നു. ഇക്കാര്യങ്ങൾ അന്വേഷണ കമ്മീഷൻ പരിശോധിക്കും. 3 ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി വെള്ളിയാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. നടപടി നടുവിൽ S. രാജേന്ദ്രൻ. ദേവികുളം MLA S. രാജേന്ദ്രൻ MLA കൂടുതൽ കുരുക്കിലേക്ക്. കയ്യേറ്റം തഹസിൽദാർ അന്വേഷിക്കുന്നു. ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകാൻ സബ് കളക്ടർ രേണുരാജ് നിർദ്ദേശം നൽകി. ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ താലൂക്ക് ഓഫീസിൽ പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വില്ലേജ് ഓഫീസിൽ നിന്ന് രേഖകൾ അപ്രത്യക്ഷമായിരുന്നു. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, നടപടി കൂടുതൽ ശക്തമാവുകയാണോ? ഇന്ന് തന്നെ റിപ്പോർട്ട് നൽകണമെന്ന് കളക്ടർ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഈ വിഷയത്തിൽ അതിവേഗ നടപടികളുമായാണ് ഇപ്പോൾ സബ് കളക്ടർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ വില്ലേജ് ഓഫീസർ ഭൂമി പരിശോധന നടത്തിയ ശേഷം സബ് കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് അനുസരിച്ച് ഭൂമിയെക്കുറിച്ച് കൂടുതൽ പരിശോധന നടത്തണമെന്ന ആവശ്യമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. KCBയുടെയോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ ഏജൻസികളുടെയോ ഉടമസ്ഥയിലുള്ള ഭൂമിയാണോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വില്ലേജ് ഓഫീസിൽ ഭൂമിയുടെ രേഖകൾ സംബന്ധിച്ച വിശദമായ പരിശോധന നടത്തിയെങ്കിലും ഭൂമിയുടെ ഒരു രേഖകൾ പോലും കണ്ടെത്താനായില്ലെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് അടിയന്തരമായി തന്നെ തുടർ അന്വേഷണം നടത്താൻ സബ് കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. ദേവികുളം തഹസീൽദാർക്കാണ് ഇപ്പോൾ ഈ കാര്യം അന്വേഷിക്കുന്നുള്ള ചുമതല. ഇന്ന് തന്നെ താലൂക്ക് ഓഫീസിലെ രേഖകൾ പരിശോധിച്ച ശേഷം സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ലഭ്യമായ എന്തെങ്കിലും രേഖകളുണ്ടോ എന്ന് കണ്ടെത്തണം എന്ന് പറയുന്നു. കണ്ടെത്തിയില്ലെങ്കിൽ ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തനിക്ക് കൈമാറണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇന്ന് നടത്തുന്ന പരിശോധനയിൽ കൂടി രേഖകളോ ഉടമസ്ഥാവകാശമോ ലഭ്യമായില്ലെങ്കിൽ വലിയ നിയമക്കുരുക്കുകളിലേക്കാവും S. രാജേന്ദ്രൻ MLA നീങ്ങുക. രേണുക, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. മൂന്നാർ പഞ്ചായത്തിന്റെ അനധികൃത നിർമ്മാണം സംബന്ധിച്ച് MLA S. രാജേന്ദ്രൻ അടക്കമുള്ളവരെ പ്രതി ചേർത്ത് സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കും. കോടതി ഉത്തരവിന്റെ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് ഹർജി നൽകുക. ദേവികുളം സബ് കളക്ടർ രേണുരാജും അഡീഷണൽ AG രഞ്ജിത്ത് തമ്പാനും കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലാണ് ഹർജി ഫയൽ ചെയ്യാൻ തീരുമാനിച്ചത്. മൂന്നാറിൽ പഞ്ചായത്ത് നടത്തിയ അനധികൃത നിർമ്മാണം MLA S. രാജേന്ദ്രന്റെ ഒത്താശയോടെയാണെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെയും പ്രതിയേർക്കാനുള്ള തീരുമാനമെടുത്തത്. MLA കൂടാതെ പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, അംഗങ്ങൾ, കോൺട്രാക്ടർ എന്നിവരെയും പ്രതിയേർക്കും. ഭരണഘടനയുടെ 215 വകുപ്പനുസരിച്ച് കോടതി ഉത്തരവിന്റെ ലംഘനമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി സമർപ്പിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുവാൻ ഹൈക്കോടതിക്ക് കഴിയും. സമാനമായ കേസുകളിൽ മുൻപ് സ്വീകരിച്ച നടപടിക്രമം അനുസരിച്ചാണ് ഇത്തരത്തിൽ ഹർജി സമർപ്പിക്കാൻ തീരുമാനിച്ചത്. ന്യൂസ് 18 കൊച്ചി. അനധികൃത ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം വിവാദമാകുമ്പോൾ മുതിരപ്പുഴയാറിനോട് ചേർന്നുള്ള ബൊട്ടാണിക്കൽ ഗാർഡൻ നിർമ്മാണവും വിവാദത്തിലേക്ക്. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ടൂറിസം വകുപ്പിനോ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിനോ കൈമാറിയിട്ടില്ല. നിർമ്മാണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് സബ് കളക്ടർ രേണുരാജ് പറഞ്ഞു. പ്രളയം തകർത്തെറിഞ്ഞ മൂന്നാർ ഗവൺമെന്റ് കോളേജിന്റെ താഴ്വാരത്തിൽ മുതിരപ്പുഴയാറിനോട് ചേർന്നാണ് ബൊട്ടാണിക്കൽ ഗാർഡന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ കോടികൾ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. എന്നാൽ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം ഏറെയാണ്. ഈ പദ്ധതിക്കായി സ്ഥലം കൈമാറിയിട്ടില്ലെന്ന് സബ് കളക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. പൊതുജനാരോഗ്യ കേന്ദ്രം സ്ഥാപിക്കുന്നതിനായി സത്യസായി ബാബ ട്രസ്റ്റ് എന്ന സന്നദ്ധ സംഘടന ഈ സ്ഥലം നേരത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കാർഷികാവശ്യങ്ങൾക്കായി ഏറ്റെടുത്ത സ്ഥലം കൈമാറാനാവില്ലെന്ന് സർക്കാർ മറുപടി നൽകി.
എന്നാൽ ബൊട്ടാണിക്കൽ ഗാർഡന്റെ നിർമ്മാണം പുരോഗമിക്കവേ സ്ഥലത്തെ ട്രസ്റ്റിന്റെ കയ്യേറ്റം ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകിയിരുന്നു. അതായത് ഭൂമിയിൽ നിർമ്മാണം നടത്തുന്നത് ആരെന്ന് വകുപ്പിന് പോലും അറിയില്ലെന്ന് ചുരുക്കം. ഭൂമിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് CPIയും കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെ പ്രശ്നങ്ങളുണ്ട്. എന്താണ് സത്യസായിബാബയ്ക്ക് ആ സ്ഥലം കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാത്ത സ്ഥലത്ത് എന്തിനു വേണ്ടിയാണ് അവരെ ഒഴിപ്പിച്ച് പോകാൻ പറഞ്ഞു? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് TTPCക്ക് ആ സ്ഥലം കൈമാറി കൊടുത്തിട്ടില്ല. ഇത്രയും പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. പരാതി ഉയർന്ന സാഹചര്യത്തിൽ പദ്ധതിയെക്കുറിച്ച് വിശദമായ പരിശോധന നടത്തുമെന്ന് സബ് കളക്ടർ രേണുരാജ് അറിയിച്ചു. വേറെ എന്തെങ്കിലും ഭൂമി സംബന്ധമായ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കോടതിയിൽ ഒരു കേസ് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ബഹുമാനപ്പെട്ട AG കാണുന്ന കൂട്ടത്തിൽ ആ കാര്യം കൂടി അദ്ദേഹത്തോട് സംസാരിച്ച് അതിന്റെ ലീഗൽ സൈഡ് കൂടി മനസ്സിലാക്കാമെന്നാണ് വിചാരിക്കുന്നത്. മൂന്നാറിൽ കനത്ത നാശം വിതച്ച പ്രളയത്തിൽ ബൊട്ടാണിക്കൽ ഗാർഡനും നാശം നേരിട്ടിരുന്നു. പരിസ്ഥിതി ലോല മേഖലയിൽ നടത്തുന്ന പദ്ധതിക്ക് ബന്ധപ്പെട്ട വകുപ്പുകളുടെ അനുമതി ലഭിച്ചിട്ടില്ലെന്നും പരാതികളുണ്ട്. ന്യൂസ് 18 മൂന്നാർ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, മറ്റൊരു നിർമ്മാണവും കൂടി വിവാദത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്താണ് ഇവിടുത്തെ നിർമ്മാണം സംബന്ധിച്ച് ഉയർന്നിരിക്കുന്ന പരാതികൾ? ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാന പരാതി ഉയർന്നിരിക്കുന്നത് ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം DTPCക്കോ ടൂറിസം വകുപ്പിനോ കൈമാറിയിട്ടില്ല. എങ്കിലും അതിദ്രുതമായി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ നടത്താനാണ് ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ സംബന്ധിച്ച സബ് കളക്ടർക്ക് പരാതി ലഭിച്ചിരുന്നു. ഈ പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഇനിയും മറ്റു വകുപ്പുകൾക്ക് കൈമാറിയിട്ടില്ല, റവന്യൂ വകുപ്പിന്റെ കൈവശം തന്നെയാണ് ഇരിക്കുന്നതെന്ന് വ്യക്തമാക്കിയത്. നേരത്തെ ഈ ഭൂമി ഒരു പൊതുജനാരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിനായി വിട്ടുനൽകണമെന്ന് ആവശ്യപ്പെട്ട് സത്യസായി സേവ ട്രസ്റ്റ് എന്ന സംഘടന രംഗത്തെത്തിയിരുന്നു. എന്നാൽ ഇത് കർഷകർക്ക് വിതരണം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഏറ്റെടുത്ത ഭൂമിയാണ്, മറ്റു കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടി സത്യസായി ട്രസ്റ്റിന്റെ അപേക്ഷ സർക്കാർ തള്ളുകയായിരുന്നു. ഇതിനുശേഷം പിന്നീട് DTPCയുടെ നിർമ്മാണം പുരോഗമിക്കവേ ഇതേ സത്യസായി സേവ ട്രസ്റ്റിന് റവന്യൂ സെക്രട്ടറിയുടെ ഒരു നോട്ടീസ് ലഭിച്ചിരുന്നു. ഈ ഭൂമിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റി സ്ഥലം നിന്നും മാറണം എന്ന ഒരു നോട്ടീസാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് സർക്കാരിന്റെ രേഖകളിൽ ഇപ്പോഴും ഒരുപക്ഷെ സത്യസായി സേവ ട്രസ്റ്റ് ഭൂമി കൈയേറിയെന്ന നിലയിൽ തന്നെയാണ്. ഇത്തരമൊരു അവ്യക്തത ഉയർന്ന സാഹചര്യത്തിലാണ് CPIയും കോൺഗ്രസും അടക്കമുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ സംബന്ധിച്ച നിയമവശങ്ങൾ വിശദമായി പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ ദേവികുളം സബ് കളക്ടർ രേണുരാജ് അറിയിച്ചിരിക്കുന്നത്. രേണുക. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. തുഷാരഗിരി ജീരകപ്പാറയിൽ വീണ്ടും ആയുധധാരികളായ മാവോയിസ്റ്റുകളെത്തി. ചക്കുമൂട്ടിൽ ബിജുവിന്റെ വീട്ടിലാണ് യൂണിഫോം അണിഞ്ഞ 3-അംഗ സംഘം എത്തിയത്. രാത്രി 8:30 എത്തിയ സംഘം ഭക്ഷണം ആവശ്യപ്പെടുകയും കുടുംബ വിവരങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. പോലീസ് തിരയുന്ന സുന്ദരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയത്. ഏറെ നേരം ഇവിടെ ചെലവഴിച്ച ശേഷമാണ് മാവോയിസ്റ്റുകൾ മടങ്ങിയത്. തുടർന്നാണ് വിവരം പുറത്തു പറഞ്ഞത്. നേരത്തെ 2 തവണ ബിജുവിന്റെ അയൽവാസിയായ മണ്ഡപത്തിൽ ജോസിന്റെ വീട്ടിൽ മാവോയിസ്റ്റുകൾ എത്തിയിരുന്നു. തുഷാരഗിരിയിൽ വീണ്ടും മാവോയിസ്റ്റുകൾ എത്തിയത് പോലീസിനെയും കുഴക്കുകയാണ്. അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ ഇടനിലക്കാരൻ ക്രിസ്ത്യൻ മിഷേലിന്റെ ജാമ്യ ഹർജിയിൽ ഇന്ന് വാദം കേൾക്കൽ ആരംഭിക്കും. ഡൽഹി പട്യാല ഹൌസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കോടതി ആവശ്യപ്പെട്ടത് പ്രകാരം ഹർജിയിൽ CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറുപടി സമർപ്പിച്ചിരുന്നു. ജാമ്യം അനുവദിക്കുന്നതിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് അന്വേഷണ ഏജൻസികൾ മറുപടി സമർപ്പിച്ചിട്ടുള്ളത്. ഇന്നലെ കേസ് പരിഗണിക്കവേ മിഷേലിനെ കാണാൻ അഭിഭാഷക റോസ്മേരി പാട്രിസിന് കോടതി അനുമതി നൽകി. സാധാരണ സന്ദർശക എന്ന നിലയിലാണ് തിഹാർ ജയിലിൽ നിയമപ്രകാരം അനുമതി നൽകിയിട്ടുള്ളത്. നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഗുജറാത്തിൽ നടന്ന ഏറ്റുമുട്ടലുകൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഏറ്റുമുട്ടലുകളെപ്പറ്റി അന്വേഷിച്ച ജസ്റ്റിസ് HS ബേദി കമ്മിറ്റി റിപ്പോർട്ട് കോടതി നിർദ്ദേശപ്രകാരം ഹർജിക്കാർക്ക് നൽകിയിരുന്നു. 20 ഏറ്റുമുട്ടലുകളിൽ 3 എണ്ണം വ്യാജമെന്നാണ് റിപ്പോർട്ട്. ഈ ഏറ്റുമുട്ടലുകളിൽ ഏർപ്പെട്ട 10 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് ശുപാർശ. എന്നാൽ പോലീസ് ഏറ്റുമുട്ടലുകൾ വംശഹത്യയുടെ ഭാഗമല്ലെന്നും സംസ്ഥാന ഭരണത്തിലുള്ളവരോ രാഷ്ട്രീയക്കാരോ ഇടപെട്ടതിന് തെളിവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട മാധ്യമപ്രവർത്തകനായിരുന്ന ബിജി വർഗീസ്, ജാവേദ് അക്തർ എന്നിവർ നൽകിയ ഹർജിയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത്. പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണം സംബന്ധിച്ച് സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ ഇന്ന് നിലപാട് വ്യക്തമാക്കും. ഹൈക്കോടതി വിധി റദ്ദാക്കിയാലും ക്ഷേത്ര ഭരണം തിരുവിതാംകൂർ രാജകുടുംബത്തിന് മാത്രമായി കൈമാറരുത് എന്ന് സർക്കാർ ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇന്നത്തെ വാദം. സർക്കാർ എന്തെങ്കിലും പുതിയ മാതൃക മുന്നോട്ട് വയ്ക്കുമോ എന്നതും ശ്രദ്ധേയമാകും.
വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്രം ട്രസ്റ്റി രാമവർമ്മ ഇന്നലെ പുതിയ ശുപാർശ നൽകിയിരുന്നു. രാജകുടുംബത്തിലെ മറ്റംഗങ്ങളുടെ അറിവോടെയല്ല ശുപാർശ കോടതിക്ക് കൈമാറിയതെന്നാണ് സൂചന. സോളാർ അഴിമതിയിൽ ഒരു കേസിൽ ഇന്ന് വിധി പറയും. സോളാർ പാനൽ ബിസിനസിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് വ്യവസായിയായ TC മാത്യുവിൽ നിന്ന് 1,05,00,000 തട്ടിച്ച കേസിലാണ് തിരുവനന്തപുരം അഡീഷണൽ CJM കോടതി വിധി പറയുക. ബിജു രാധാകൃഷ്ണനും സരിതാ നായരുമാണ് കേസിലെ പ്രതികൾ. ശബരിമലയിൽ കുംഭമാസ പൂജകൾക്ക് തുടക്കമായി. പുലർച്ചെ തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. നെയ്യഭിഷേകം, കളഭാഭിഷേകം തുടങ്ങിയ വിശേഷാൽ ചടങ്ങുകൾക്കും തുടക്കമായി. കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് തീർത്ഥാടകരുടെ എണ്ണം വളരെ കുറവാണ്. യുവതികളെ സന്നിധാനത്തെത്തിക്കുമെന്ന് നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ പ്രഖ്യാപിച്ചിരുന്നു. ഇവരെ തടയുമെന്ന് ശബരിമല കർമ്മസമിതിയും സംഘപരിവാർ സംഘടനകളും അറിയിച്ചതിനെ തുടർന്ന് കനത്ത ജാഗ്രതയിലാണ് പോലീസ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നു. സുർജിത്ത്, കനത്ത സുരക്ഷയിലാണ് ശബരിമല, വിവരങ്ങൾ എന്തൊക്കെ? രേണുക, വലിയ അളവിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും കുംഭമാസ പൂജാഘട്ടത്തിൽ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന സംഘടന കൂടുതൽ യുവതികളെ ഇവിടേക്ക് എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതേ തുടർന്ന് ഇവരെ തടയുമെന്ന് സംഘപരിവാർ സംഘടനകളും അതോടൊപ്പം തന്നെ ശബരിമല കർമ്മസമിതിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അനിഷ്ട സംഭവങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കാനുള്ള ജാഗ്രതയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പോലീസ് 1500ഓളം പോലീസുകാരെയാണ് ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. 3 SP-മാർക്കാണ് സന്നിധാനം, പമ്പ, നിലക്കൽ എന്നിവിടങ്ങളിൽ സുരക്ഷാ ചുമതല നൽകിയിട്ടുള്ളത്. നിലക്കലിൽ നിന്നും ഇവിടേക്ക് വാഹനങ്ങൾ കടത്തിവിടുമ്പോൾ പോലും വലിയ അളവിലുള്ള ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് ഇവിടേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നത്. നിരോധനാജ്ഞ ഇതിനകം പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തുലാമാസ പൂജകൾക്ക് ആയി നട തുറന്ന ഘട്ടത്തിലും അതോടൊപ്പം തന്നെ ചിത്തിര ആട്ടവുമായി ബന്ധപ്പെട്ടും നട തുറന്നപ്പോഴും കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് സീസണോടനുബന്ധിച്ചും വലിയ രീതിയിലുള്ള പിരിമുറുക്കം ശബരിമലയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കുംഭമാസത്തിലെത്തുമ്പോൾ അത്തരത്തിലൊരു പിരിമുറുക്കം പൂർണ്ണമായും ഒഴിവായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അത്തരത്തിൽ പ്രതിഷേധങ്ങളുടെ ഒരു സാഹചര്യമോ അത്തരത്തിലുള്ള സാഹചര്യമോ നിലവിൽ ഇല്ലാത്ത ഒരു സ്ഥിതിയാണുള്ളത്. ഇന്നലെയാണ് നട തുറന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വിശേഷാൽ പൂജകൾ ക്ഷേത്രത്തിൽ ആരംഭിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ തുടങ്ങിയത്. അഭിഷേകം ഉൾപ്പെടെയുള്ള ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. പൂർണ്ണമായും വളരെ സ്വസ്ഥമായ രീതിയിലാണ് ഈ തീർത്ഥാടനം വിവരങ്ങൾ നൽകിയത്. ശബരിമല വിഷയത്തിൽ BJP ഇന്ന് ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണ നടത്തും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് സമരം. ശബരിമലയിൽ സർക്കാർ ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്നുവെന്നാരോപിച്ചാണ് ധർണ. സംസ്ഥാന നേതാക്കൾ ധർണയ്ക്ക് നേതൃത്വം നൽകും. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തെരഞ്ഞെടുപ്പിന് ശേഷം BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസുമായി സഹകരിക്കുമെന്ന സൂചന നൽകി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. സാധ്യമായ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷ സഖ്യങ്ങൾ വേണമെന്ന് AK ആന്റണി. പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കളുടെ സംഗമവേദിയായി മാറിയ അഹമ്മദ് അനുസ്മരണ സമ്മേളനത്തിലാണ് പ്രതികരണങ്ങൾ. ബംഗാളിൽ കോൺഗ്രസ് CPM ധാരണയ്ക്കായി നീക്കങ്ങൾ സജീവമാകുന്നതിനിടെയാണ് BJPയെ പരാജയപ്പെടുത്താൻ മതേതര പാർട്ടികളുടെ സഖ്യമുണ്ടാക്കണമെന്ന AK ആന്റണിയുടെ ആവശ്യം. അഹമ്മദിനെ അനുസ്മരിക്കാൻ KMCC സംഘടിപ്പിച്ച ചടങ്ങിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ശരത് യാദവ്, JDS തൃണമൂൽ നേതാക്കളെ വേദിയിലിരുത്തിയായിരുന്നു ആന്റണിയുടെ തുറന്നു പറച്ചിൽ. സഖ്യം സാധ്യമല്ലെങ്കിൽ മാത്രം സംസ്ഥാനങ്ങളിൽ പരസ്പരം മത്സരിക്കാം. തൊട്ടുപിന്നാലെ സംസാരിച്ച സീതാറാം യെച്ചൂരി തിരഞ്ഞെടുപ്പിന് ശേഷം BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന സൂചന നൽകി. കോൺഗ്രസിനെ തോൽപ്പിച്ചെത്തിയ 57 ഇടതംഗങ്ങൾ 2004-ൽ UPA സർക്കാരിന് പിന്തുണ നൽകിയത് ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു യെച്ചൂരിയുടെ നയം വ്യക്തമാക്കൽ. തിരഞ്ഞെടുപ്പിന് ശേഷം BJPയെ ചെറുക്കാൻ വീണ്ടും സഖ്യം വരും. of an alternative secular government at the center. BJP അധികാരത്തിൽ നിന്നിറക്കാൻ പ്രതിപക്ഷ കൂട്ടായ്മ ഒരുങ്ങുന്നതായി ശരത് യാദവും JDS നേതാവ് ഡാനിഷ് അലിയും കൂട്ടിച്ചേർത്തു. PK കുഞ്ഞാലിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു 7 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ പങ്കെടുത്ത അനുസ്മരണ സമ്മേളനം. ന്യൂസ് 18 ഡൽഹി.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി AAPയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഇന്ന് വൻ പ്രതിപക്ഷ റാലി സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് ജന്തർ മന്ദറിലാണ് റാലി. റാലിയിൽ കോൺഗ്രസ് പങ്കെടുക്കുന്നത് സംബന്ധിച്ച സ്ഥിരീകരണമായിട്ടില്ല. അതേസമയം ദളിത് വോട്ടർമാർ ഏറെയുള്ള ഡൽഹിയിലെ 12 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഇന്ന് ഖിച്ചടി വിളമ്പും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രതിപക്ഷ കൂട്ടായ്മയ്ക്ക് ഒരിക്കൽ കൂടി വേദിയൊരുങ്ങുകയാണ്. സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുക, രാജ്യത്തെ രക്ഷിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി AAPയാണ് റാലി സംഘടിപ്പിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, TDP നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവർ അടക്കം 19 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് AAP പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന് വ്യക്തമല്ല. കോൺഗ്രസിന് മേൽക്കൈ ഇല്ലാതെ പ്രതിപക്ഷത്ത് ഉരുത്തിരിയുന്ന വിശാല സഖ്യങ്ങളോട് സൂക്ഷ്മതയോടെയാണ് പാർട്ടിയുടെ പ്രതികരണം. അതേസമയം പാർട്ടിയിൽ നിന്നും അകലുന്ന ദളിത് വോട്ടുകൾ ഉറപ്പിക്കാനാണ് കിച്ചടിയിലൂടെ BJP ലക്ഷ്യമിടുന്നത്. 12 നിയമസഭാ മണ്ഡലങ്ങളിലാണ് കിച്ചടി വിളമ്പുക. ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 6 എണ്ണവും ഈ മേഖലയിൽ പെടും. കേന്ദ്രമന്ത്രിമാരായ ഹർഷവർദ്ധൻ, വിജയ് ഗോയൽ, തവാർചന്ദ് ഗെഹ്ലോട്ട് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. മത്സരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച് മുൻ MP KP ധനപാലൻ. ചാലക്കുടി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ തയ്യാറാണെന്ന് KP ധനപാലൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇക്കാര്യം KPCC നേതൃത്വത്തെയും അഖിലേന്ത്യാ നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. സമുദായ നേതാക്കൾക്കോ ക്രൈസ്തവ സഭകൾക്കോ ചാലക്കുടിയിൽ ജനവിധിയെ സ്വാധീനിക്കാനാകുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ധനപാലൻ പറഞ്ഞു. തൃശൂർ MP ആയിരുന്ന PC ചാക്കോയുടെ കടുംപിടുത്തത്തിന്റെ രക്തസാക്ഷിയാണ് KP ധനപാലൻ. 2014 ചാക്കോ തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് കുടിയേറി. ഇതിനെ KPCC AICC നേതാക്കൾ പിന്തുണച്ചതോടെ മറ്റു പോംവഴിയില്ലാതെ ധനപാലന് തൃശൂരിലേക്ക് മാറേണ്ടി വന്നു. ഫലം 2 മണ്ഡലങ്ങളിലും കോൺഗ്രസ് നിലം പറ്റി. 2014 വെച്ചു മാറിയ ചാലക്കുടിയിൽ വീണ്ടും മത്സരിക്കണം. പക്ഷേ ഇത്തവണ മറ്റ് സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടില്ല. മത്സരിച്ചാൽ ചാലക്കുടിയിൽ മാത്രം. ഇത്തവണ മത്സരിക്കണമെങ്കിൽ ചാലക്കുടിയിലേ മത്സരിക്കാനുള്ളൂ എന്ന് കേരളത്തിലെ KPCC നേതൃത്വത്തോടും അഖിലേന്ത്യാ നേതൃത്വത്തോടും ഞാൻ അറിയിച്ചിട്ടുണ്ട്. അവരാ കാര്യം പരിശോധിക്കുന്നുമുണ്ട്. ഇത്തവണ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്, രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്, മറ്റെന്തിനേക്കാൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുക എന്നുള്ളതാണ്. ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൊളിറ്റിക്കലായി ചാലക്കുടിയിൽ UDF ജയിക്കാൻ കഴിയുന്നൊരു മണ്ഡലമാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി പരിചയമുള്ളൊരു സ്ഥലം എന്നുള്ളത് കൊണ്ട് അത് മത്സരത്തിൽ കുറെ കൂടി സഹായകരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ക്രൈസ്തവ സഭയുടെ നിലപാട് ചാലക്കുടിയിൽ ജയപരാജയങ്ങളെ വലിയ തോതിൽ സ്വാധീനിക്കില്ല. സമുദായ നേതാക്കൾക്കോ സഭയ്ക്കോ വോട്ടുകൾ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുമെന്ന് കരുതുന്നില്ലെന്നും ധനപാലൻ പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു സമുദായ നേതാവിനോ ഒരു സഭയ്ക്കോ മാത്രം ആ വോട്ടുകൾ മുഴുവൻ നിയന്ത്രിക്കാൻ കഴിയില്ല. അത് മൈന്യൂട്ടായിട്ടാണ് ഒരു ചേഞ്ച് വരുത്താൻ കഴിയും. പിന്നെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയും. അവരെതിരാണ് ഇവരെതിരാണ് എന്നൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നല്ലാതെ അത് അറിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് UDFനും കോൺഗ്രസിനും ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ ഒരു അനുകൂലമായ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ്. MLA മാർ മാത്രമല്ല DCC പ്രസിഡന്റുമാരും മത്സരിക്കേണ്ട ആവശ്യമില്ല. മത്സരിച്ചാൽ വിജയമുറപ്പായ നേതാക്കൾ കോൺഗ്രസിൽ ധാരാളമുണ്ട്. 2ലധികം തവണ മത്സരിക്കാൻ അവസരങ്ങൾ ലഭിച്ചവർ പുതിയ തലമുറയ്ക്കായി വഴിമാറണമെന്നും KP ധനപാലൻ നിർദ്ദേശിച്ചു. ചാലക്കുടി ലഭിക്കാൻ TN പ്രതാപൻ, ബെന്നി ബെഹനാൻ, K ബാബു എന്നിവരുമായിട്ടാണ് KP ധനപാലന് KPCCയിൽ മത്സരിക്കേണ്ടത്. ക്യാമറാമാൻ ഇമാനുവൽ തോമസിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 ചാലക്കുടി.